So here's your first question. A turbo compressor delivers 2.33 meter cube per second at 0.276 megapascal, 43 degrees Celsius, which is heated at this pressure to 430 degrees Celsius and finally expanded in a turbine which delivers 1860 kilowatts. During the expansion, there is a heat transfer of 0.09 megajoules per second to the surroundings. Calculate the turbine exhaust temperature if changes in kinetic and potential energy are negligible. So hope you have taken down the question. So ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിലെ പണ്ട് തേർഡ് സെമിസ്റ്ററിലായിരുന്നു തെർമോഡൈനാമിക്സ് ഉണ്ടായിരുന്നത്. സോ ദിസ് ഇസ് എ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ വിച്ച് വാസ് ആസ്ക്ഡ് ഇൻ January 2017 in your question paper, university question, the same question. And ഇതേ ക്വസ്റ്റ്യൻ തന്നെ തൊട്ടടുത്ത നെക്സ്റ്റ് ഇതിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേ ക്വസ്റ്റ്യൻ. One is for regular exam, the other one was for supplementary exam. The same question without any change in values, this was asked. Okay, so രണ്ട് ക്വസ്റ്റ്യനിലെ ഒരു പാർട്ട് അന്ന് എസ് എ പാർട്ടിൽ 10 മാർക്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിലെ 6 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഇത്. 4 മാർക്ക് എന്തെങ്കിലും ചെറിയ ഡെറിവേഷൻ ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. മേ ബി സ്പെസിഫിക് ഹീറ്റ്, അത് കോൺസ്റ്റന്റ് പ്രഷർ കോൺസ്റ്റന്റ് വോളിയത്തിലുള്ള ഡെറിവേഷൻ, ചിലപ്പോൾ അത് വല്ല സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ഡിറൈവ് ചെയ്യാനും ആയിരിക്കും അതിൻ്റെ എ പാർട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിൻ്റെ ഈ ഒരു ഡെറിവേഷൻ പാർട്ട്, ഈ ഒരു പ്രോബ്ലമാറ്റിക് പാർട്ട് മാത്രമാണ് ഇവിടെ പറയുന്നത്. ദിസ് വാസ് ഫോർ ഇൻ ബോത്ത് കേസസ് ദിസ് വാസ് ആസ് ഫോർ 6 മാർക്ക്. ഓക്കെ, സോ ദ റെസ്റ്റ് 4 മാർക്ക് വാസ് ഫോർ സം തിയറി പാർട്ട്. അത് ഡെറിവേഷൻ ആയിരിക്കാം. ഒരു പ്രാവശ്യം CPCV ആയിരുന്നു അതിനൊപ്പം ചോദിച്ചത്, ഇതിൻ്റെ ഡെറിവേഷൻ. ആൻഡ് ദ അനദർ ടൈം സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഡെറിവേഷൻ ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഓൾ ദീസ് തിങ്സ് ഓൾസോ യു വിൽ ഹാവ് ടു സ്റ്റഡി. സോ കമ്മിങ് ഓൺ ടു ദിസ് പ്രോബ്ലം, നമ്മൾ ആദ്യം തന്ന വാല്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ആദ്യം എഴുതി വെക്കുക. സോ ആദ്യം അവർ പറഞ്ഞിട്ടുള്ളത് ദർ ഈസ് എ ടർബോ കംപ്രസർ. സോ നമ്മൾ ആദ്യം ഒരു ഫിഗർ സൈഡിൽ റഫ് ഫിഗർ വരക്കുക. ഒരു കംപ്രസർ ഉണ്ട്. ഓക്കെ, ഈ കംപ്രസർ ഡെലിവർ ചെയ്യുന്നത്, അതായത് കംപ്രസറിൻ്റെ ഇൻപുട്ടല്ല, കംപ്രസറിൻ്റെ ഔട്ട്പുട്ടാണ് ഡെലിവർ ചെയ്യുക എന്ന് പറയുന്നത്. കംപ്രസർ ഔട്ട്പുട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. ദേ ഹാവ് ഗിവൺ കംപ്രസർ ഡെലിവേഴ്സ് 2.33 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. അതായത് അതിൻ്റെ സ്പെസിഫിക് വോളിയമാണ് തന്നിട്ടുള്ളത് 2.33 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. സ്പെസിഫിക് വോളിയം അല്ല, ഇറ്റ് ഇസ് എ ഫ്ലോ റേറ്റ്. ഓക്കെ, ഇതിൻ്റെ ഫ്ലോ റേറ്റ് ആണ് ഈ കാണുന്നത്. 2.33 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്ലോ റേറ്റ് ആണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലായി? ഫ്ലോ റേറ്റ് ആണെന്ന് മനസ്സിലാക്കാൻ യു ക്യാൻ സീ ദാറ്റ് ഇറ്റ് ഈസ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫ്ലോ റേറ്റ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നൗ നെക്സ്റ്റ് ഗിവൺ ഈസ് ഇറ്റ് ഈസ് അറ്റ് 0.276, അതായത് പ്രഷർ ഈസ് ഗിവൺ. ഓക്കെ, ഫ്ലോ റേറ്റ് നമുക്ക് V1 എന്നിട്ട് തൽക്കാലം എഴുതാം. പ്രഷർ ഈസ് ഗിവൺ P1 അറ്റ് 0.276 megapascal. സോ ഐ എം റൈറ്റിംഗ് ഇറ്റ് ആസ് പാസ്കൽ. 10 to the power 6 ആണ് മെഗാ. So that is megapascal, and at a temperature 43 degrees Celsius. So in terms of Kelvin, it will become 273 plus 43, that is 316 Kelvin. 316 Kelvin ആണ് വരുന്നത്. And is fine, which is heated to this pressure 430 at this pressure to 430 degree. അതായത് കംപ്രസറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്ന ഈ നമ്മുടെ ഫ്ലോ റേറ്റ്, വോളിയം ഫ്ലോ റേറ്റ്, അതേപോലെ പ്രഷർ P1, ടെമ്പറേച്ചർ T1, ഇത്രയും കാര്യങ്ങൾ തന്നു. ആൻഡ് ഇറ്റ് ഈസ് ഹീറ്റഡ് അറ്റ് ദി സെയിം പ്രഷർ. അതായത് അപ്പോൾ അടുത്തതിൽ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് ടെമ്പറേച്ചർ, പുതിയ ടെമ്പറേച്ചർ എന്താക്കുന്നു,
430 degrees Celsius ആണ്. So T2 is given as 430 degrees Celsius. So plus 273 will give you 4, 5, 6, 7, 703 Kelvin. ഓക്കെ, പുതിയ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. ആൻഡ് ഫൈനലി എക്സ്പാൻഡഡ് ഇൻ എ ടർബൈൻ. ഒരു ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുന്നു. ടർബൈനിൽ എക്സ്പാൻഡ് ചെയ്യുന്നിട്ട് ദേ സേ ദാറ്റ് വിച്ച് ഡെലിവേഴ്സ് 1860 കിലോ വാട്ട്. അതായത് പുറത്തേക്ക് നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത് ദാറ്റ് ഈസ് ദ വർക്ക് ഡൺ. ദാറ്റ് വാല്യൂ ഈസ് ഗിവൺ dW/dt. അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് വിച്ച് ഈസ് 1860 kilowatt. So dW/dt is 1860 kilowatt. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആൻഡ് ദർ ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ഓഫ് 0.09 മെഗാ ജൂൾസ് ടു ദി സറൗണ്ടിങ്സ്. അതായത് സറൗണ്ടിങ്സിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു, പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ദാറ്റ് ഈസ് dQ/dt. ആൻഡ് ദേ ഹാവ് സെഡ് dQ/dt എന്ന് പറയുന്നത് വാല്യൂ എത്രയാണ്? 0.09 megajoules per second. So mega is 10 to the power 6, this much joules per second. ഇത് കിലോ ഉള്ളത് 10 to the power 3 ഞാൻ അങ്ങനെ എഴുതിയെന്നുള്ളൂ. സോ ഇത് മെഗാ ജൂൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. നൗ ദേ ആർ ആസ്കിങ് അസ് ടു ഫൈൻഡ് കാൽക്കുലേറ്റ് ദ ടർബൈൻ എക്സോസ്റ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ടർബൈൻ്റെ എക്സോസ്റ്റ് പുറത്തേക്ക് വരുന്ന ആ ടെമ്പറേച്ചർ എത്രയാണെന്നാണ് അവർ നമ്മളോട് കാണാൻ ചോദിക്കുന്നത്. സോ ഇതിനെ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്ററിലി ഒരു ഹീറ്റർ ഉണ്ട്. ഓക്കെ, ആ ഹീറ്റർ വെച്ചിട്ടാണ് വി ഹാവ് ഗോട്ട് 430 ഡിഗ്രി സെൽഷ്യസ്. എന്നിട്ട് ഫൈനലി ഇറ്റ് ഈസ് എക്സ്പാൻഡഡ് എന്നാണ്. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ഡൗൺ ദ ടെമ്പറേച്ചർ ഓവർ ഹിയർ ഈസ് 430 ഡിഗ്രി സെൽഷ്യസ്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് ഇൻ്റർമീഡിയറ്ററി ആണ് 430. ഒരു പക്ഷേ ടർബൈനിലേക്ക് നമ്മൾ കൊടുക്കാൻ ഉതകുന്ന രീതിയിൽ ടെമ്പറേച്ചർ മാറ്റിയതായിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അവർ ഇനീഷ്യൽ ടെമ്പറേച്ചർ ഈസ് 316 Kelvin and our final temperature they have asked is T2. That is T2 അല്ല, സോറി, ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് നമുക്ക് 430 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞിട്ടുള്ളത്. ദേ ഹാവ് ഫൈനലി ആസ്ക്ഡ് us to find what is T2 temperature. So this is the overall thing of ദി ക്വസ്റ്റ്യൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ തന്നത് നമ്മളത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ കഴിയണം. അതിങ്ങനെ ഒരു ഡയഗ്രാം കൂടെ സൈഡിലുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു അനാലിസിസ് ദ മാറ്റേഴ്സ്. ഓക്കെ, നൗ നമുക്ക് ഇത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ്. ഇതൊരു ഓപ്പൺ സിസ്റ്റമാണ്. അപ്പോൾ ഓപ്പൺ സിസ്റ്റത്തിലെ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ ആണ് നമ്മളിവിടെ യൂട്ടിലൈസ് ചെയ്യേണ്ടത്. സോ വി നോ ദ ഇക്വേഷൻ ദാറ്റ് m1 into h1 plus v1 square by 2 plus gz1 plus it is mass time basis ആയതുകൊണ്ട് dQ/dt. അതുകൊണ്ടാണ് നമ്മൾ മാസ് ഫ്ലോ റേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന ഇക്വേഷൻ ഇട്ടിട്ടുള്ളത്. dQ/dt that is equal to m dot into h2 plus v2 square by 2 plus gz2 plus dW/dt. ഓക്കെ, ഇതിൽ യാതൊരുവിധ ഡൗട്ടും ഇല്ലല്ലോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ഏറ്റവും ലാസ്റ്റ് തന്നിട്ടുണ്ട് എക്സോസ്റ്റ് ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനാണ് അവർ ചോദിച്ചത്. ഇഫ് ദ ചേഞ്ചസ് ഇൻ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ നെഗ്ലിജിബിൾ. അപ്പോൾ ഇതിൻ്റെ ചേഞ്ച് V1 V2 യുടെ ചേഞ്ച് അല്ലെങ്കിൽ GZ1 മൈനസ് GZ2 അതിൻ്റെ ചേഞ്ച് നെഗ്ലിജിബിൾ ആണെങ്കിൽ അതിൻ്റെ എക്സോസ്റ്റ് ടെമ്പറേച്ചർ കാണാനാണ്. സോ ഇറ്റ് മീൻസ് ദാറ്റ് വി ക്യാൻ ക്യാൻസൽ ഔട്ട് ദീസ് ടു ടേംസ് on both sides. So what will be the remaining equation? We will get m1 dot h1, m1 is common ആണ്, whatever it is, m1 dot h1 plus dQ/dt is equal to m1 dot h2 plus dW/dt. So what can I write down? I can write down എം ഡോട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് m1 ഇടുന്നില്ല, m ഡോട്ട് പുറത്തേക്ക് എടുത്ത് h1 മൈനസ് h2 ഈ ടേമിനെ ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നു ആൻഡ് dQ/dt ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുവന്നു. ദാറ്റ് ഈസ് dW/dt മൈനസ് dQ/dt. ക്ലിയർ? നൗ വി ഹാവ് ടു ഫൈൻഡ് മാസ് ഫ്ലോ റേറ്റ് അല്ലേ. എം ഡോട്ട് നമുക്ക് അറിയണം. നമുക്ക് തന്നിട്ടുള്ളത് വോളിയത്തിൻ്റെ ഫ്ലോ റേറ്റ് ആണ് 2.3. സോ ഹൗ ക്യാൻ വി ഫൈൻഡ് മാസ് ഫ്ലോ റേറ്റ്? ദിസ് ഇസ് അവർ ഇപ്പോൾ ഈക്വേഷൻ നമ്മളിവിടെ നിർത്താം. നമുക്ക്
ഓരോ ടേംസ് എന്താന്ന് നോക്കാം. dW/T നമുക്ക് ഓൾറെഡി പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. dW/T ഈസ് 1860 കിലോവാട്ട് ആണ് നമുക്ക് dW/dt എന്നുള്ളത്. ആൻഡ് അതേസമയം dQ/dt എന്ന് പറയുന്നത് 0.09 മെഗാ ജൂൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ഈ രണ്ട് ടേം നമുക്ക് അറിയാം. ഇനി ഈ രണ്ട് ടേമിലെ ഓരോ ടേം നമ്മൾ കണ്ടുപിടിക്കാൻ പോകും. സോ മാസ് ഫ്ലോ റേറ്റ് എം കിട്ടാൻ നമുക്ക് എന്താ അറിയാം? വി നോ ദി perfect gas equation P1 V1 is equal to M into R T1 അല്ലേ? So from that I can find what is M. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് ആണ് കാണുന്നതെങ്കിൽ it will be P1 into volume flow rate divided by R into T1. Now what is the initial case? P1 വെച്ചിട്ടാണ് 1 വെച്ചിട്ടുള്ള കേസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ P1 എത്രയാണ്? ഫസ്റ്റ് പ്രഷർ ഇറ്റ് ഈസ് ഗിവൺ 0.276 മെഗാ പാസ്കൽ ആണ് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ വെറും പാസ്കൽ ആക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം 276 into 10 to the power 3 that much പാസ്കൽ ഇൻറ്റു വോളിയം ഫ്ലോ റേറ്റ്. വോളിയം ഫ്ലോ റേറ്റ് തന്നിട്ടുള്ളത് 2.33 ദാറ്റ് മച്ച് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ ആർ വാല്യൂ ഓഫ് ഇവിടെ എയർ ആണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ? സോ ആ എയറിൻ്റെ ആർ വാല്യൂ എത്രയാണ്? ആർ വാല്യൂ ഓഫ് എയർ ഈസ് 0.287 കിലോ ജൂൾസ് ആണ്. സോ യു ക്യാൻ റൈറ്റ് ഡൗൺ 287 ജൂൾസ് പെർ കിലോഗ്രാം ഇൻറ്റു ദ ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വി ഹാവ് ഗോട്ട് ഇറ്റ് ആസ് 316 ദിസ് മച്ച് കെൽവിൻ. സോ ഇതാണ് നമ്മുടെ മാസ് ഫ്ലോ റേറ്റ് കാണാം. P1 V1 by R T1 എല്ലാം നമുക്കറിയാം. ആൻഡ് ഇഫ് യു ആർ ഡൂയിങ് ഇറ്റ് ഇൻ ദി കാൽക്കുലേറ്റർ യു ക്യാൻ സീ ദാറ്റ് ദ വാല്യൂ യു ഗെറ്റ് ഈസ് 7.097 കിലോഗ്രാം പെർ സെക്കൻഡ്. അപ്പോൾ എനിക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടി. അപ്പോൾ ഈ ടേം എനിക്കറിയാം. നൗ ഐ നീഡ് ടു ഫൈൻഡ് H1 ആൻഡ് H2. ഓക്കെ, സോ നൗ ഐ ക്യാൻ റൈറ്റ് ഡൗൺ ദ സെയിം ഇക്വേഷൻ. ഈ ഇക്വേഷൻ ഞാൻ എഴുതാൻ പോവാണ്. എം ഡോട്ടിന് പകരം 7.097 ദാറ്റ് മച്ച് kilogram per second into H1 minus H2 that is equal to dW/dt. dW/dt 1860 കിലോവാട്ട് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഞാൻ ആ കിലോ ടേംസ് തന്നെ എഴുതാം. 1860 കിലോ വാട്ടാണ്, കിലോ ജൂൾസ് പെർ സെക്കൻഡ്. ഓക്കെ, മൈനസ് കിലോ ആണ് കേട്ടോ, അത് മറക്കരുത്. മൈനസ് ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണ്? ഇത് മെഗാ ജൂൾസ് പെർ സെക്കൻഡ്. അപ്പോൾ ഇതിനെയും ഞാൻ കിലോ ആക്കുക. സോ കിലോ ആക്കി കഴിഞ്ഞാൽ ഇവിടെ 10 to the power 3 ഇവിടേക്ക് കൊടുക്കുക. സോ 1 2 3 90 into 10 to the power 3 വരും. സോ 90 ടൈംസ് കിലോ ടേംസിൽ വരും അല്ലേ? കിലോ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് വരും. സോ 90 മൈനസ് ഓഫ് ദാറ്റ് വാല്യൂ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കിവിടെ ഹീറ്റ് ഇറ്റ് ഈസ് നോട്ട് ഗിവൺ ടു ദ സിസ്റ്റം, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ സിസ്റ്റം. സിസ്റ്റമാണ് ഹീറ്റിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അങ്ങനെ ആകുമ്പോൾ ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ എന്തായിരിക്കും? പ്ലസ് ആയിരിക്കും മൈനസ് ആയിരിക്കും? ദിസ് ഹീറ്റ് വിൽ ബി മൈനസ് ഹീറ്റ്. സോ അപ്പോൾ ഞാൻ വെറും 90 എന്നല്ല ഇതുണ്ട്, ഇറ്റ് ഷുഡ് ബി റിട്ടൺ ആസ് -90. ഓക്കെ, അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ആദ്യമേ നിങ്ങളിവിടെ കയറിയിട്ട് ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ പിന്നെ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കണം എന്നില്ല. സോ വൺസ് ഇഫ് ദി സൈൻ ഈസ് ഗോട്ട് ഡിഫറെൻറ്റ്, ഇത് നിങ്ങളെങ്ങാനും ഈ മൈനസ് സൈൻ ഇടാതെ പ്രോബ്ലം ചെയ്ത് കഴിഞ്ഞാൽ യുവർ എൻറ്റയർ ആൻസർ വിൽ ബി റോങ്. സോ ഇതുവരെയുള്ള സ്റ്റെപ്പിനുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. So if I am proceeding it, my 1860 minus of -90, it becomes plus, and that is equal to 1950 kilowatt. Okay, അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? Therefore H1 minus H2 is equal to 1950 that much kilowatt divided by 7.097. So if you are doing H1 ഈ വാല്യൂ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ you will get the answer approximately it is equal to around 275. H1 minus H2 is equal to 275. നമ്മളോട് ചോദ്യം ചോദിച്ചത് എന്താ? We are asked to find T2. അപ്പോൾ നമുക്കിപ്പോൾ എൻതാൽപ്പി ഡിഫറൻസ് കിട്ടി, എന്ത്? 275 ആണ്. Now I'll write down it over here once again. That is H1 minus H2 is equal to what you have got is 275. Now H എന്ന് പറയുന്നത് സ്പെസിഫിക് എൻതാൽപ്പിന് എനിക്ക് എങ്ങനെ എഴുതാം? I can write it, if it's H1 I can write out Cp of T1, specific heat at constant pressure into T1. അത് നമ്മൾ പഠിച്ചതാണ്. Cp എന്ന് പറഞ്ഞാൽ
ടി എന്ന ടേം പറഞ്ഞിരുന്നു. ആൻഡ് വി ഹാവ് ഇൻ്റഗ്രേറ്റഡ് ആൻഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിനെ ഡി ടിനെ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദിസ് സോർട്ട് ഓഫ് ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർത്ത് വെക്കുക. സ്പെസിഫിക് എൻതാൽപ്പി സി പി ഇൻറ്റു T1. അപ്പോൾ എനിക്ക് ഈ ടേമിനെ എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് ദിസ് ആസ് സി പി T1 മൈനസ് സി പി T2 ഈസ് ഈക്വൽ ടു 275. ഓർ ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു 275 ഡിവൈഡഡ് ബൈ സി പി. 275 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 1950 ഡിവൈഡ് ബൈ 7.09 എന്നുള്ള ടേമിലായിരുന്നു. അപ്പോൾ ആ 1950 ഓൾറെഡി വി ഹാഡ് എ വാല്യൂ കോൾഡ് കിലോ വാട്ട് ആയിരുന്നു. സോ ദാറ്റ് കിലോ ഈസ് ഓൾസോ ദർ, അത് മറക്കരുത്. അല്ലെങ്കിൽ നിങ്ങളിത് എഴുതണമെന്നില്ല, നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടായാൽ മതി. ദർ ഇസ് എ കിലോ ടേം ഓവർ ഹിയർ. ഓക്കെ, ദർ ഇസ് എ കിലോ ടേം ഓവർ ഹിയർ. ആൻഡ് സി പി ഓഫ് എയർ എന്താ? It is 1.005. That is again kilojoules per kilogram Kelvin എന്നുള്ള അർത്ഥത്തിലാണ് അതിൻ്റെ സി പി വാല്യൂയും കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെ സി പി വാല്യൂ ഓഫ് എയർ ഈസ് നോട്ട് ഗിവൺ, ആർ വാല്യൂ ഓഫ് എയർ ഈസ് നോട്ട് ഗിവൺ. സോ ദീസ് തിങ്സ് യു ഷുഡ് ബി നോയിങ്. അപ്പോൾ ഇവിടെ സി പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1.005. അങ്ങനെ എഴുതുകയാണെങ്കിൽ ദർ ഇസ് എ കിലോ ടേം. ഓക്കെ, അപ്പോൾ മുകളിൽ ഒരു കിലോ ഉണ്ട്, താഴെ ഒരു കിലോ ഉണ്ട്. സോ ഓട്ടോമാറ്റിക്കലി ദീസ് 2 കിലോസ് വിൽ ഗെറ്റ് ക്യാൻസൽ. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു 275 ഡിവൈഡഡ് ബൈ 1.005 എന്നെനിക്ക് എഴുതാം. ആൻഡ് ഇഫ് ഐ എം ഡിവൈഡിങ് ഇറ്റ് ഐ വിൽ ഗെറ്റ് ഇറ്റ് ഈസ് ആസ് 273.60 സംതിങ്. അതിലെനിക്ക് T2 ആണ് കാണേണ്ടത്. നൗ സി ഹിയർ ദ ഡിഫറൻസ്. രണ്ട് ടെമ്പറേച്ചറിൻ്റെ ഡിഫറൻസ് ആണ് 273.60. അപ്പോൾ എനിക്ക് T2 കാണണം. സോ T2 ഈസ് ഈക്വൽ ടു, ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്ലസ്, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന മൈനസ്, T1 മൈനസ് 273.60. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, ഈ ടെമ്പറേച്ചറിനെ ഞാൻ കെൽവിനിൽ എടുക്കണോ അതല്ല ഡിഗ്രി സെൽഷ്യസിൽ എടുക്കണോ? ഇപ്പം നിങ്ങൾ ഇവിടെ ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഞാൻ ഈ രണ്ട് ടെമ്പറേച്ചേഴ്സ് കെൽവിനിലെടുത്താൽ ഇതിൻ്റെ ഡിഫറൻസ് 273 ആയിരിക്കും. ഞാൻ ഈ രണ്ട് ടെമ്പറേച്ചറിൻ്റെയും ആ ടെമ്പറേച്ചറിനെ ഞാൻ ഡിഗ്രി സെൽഷ്യസിൽ എടുത്താൽ ഈ ഡിഫറൻസ് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. സോ നിങ്ങളിപ്പോൾ T1 ഡിഗ്രി സെൽഷ്യസിൽ എടുത്താൽ T2 എങ്ങനെ കിട്ടും? ഡിഗ്രി സെൽഷ്യസിൽ കിട്ടും. കാരണം അതിൻ്റെ ഡിഫറൻസ് ആണ് 273. നിങ്ങൾ T1 കെൽവിനിൽ എടുത്താൽ T2 നിങ്ങൾക്ക് കെൽവിൻ കിട്ടും. കാരണം ഇതിൻ്റെ ഡിഫറൻസ് ആണ് 273. ക്ലിയർ ആവുന്നുണ്ടോ? ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇക്വേഷൻ. ഇപ്പോൾ ഒരൊറ്റ ടെമ്പറേച്ചർ മാത്രമേ ഉപയോഗിക്കാനുള്ളൂ അവസരമെങ്കിൽ, ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത PV ഈസ് ഈക്വൽ ടു MRTയിൽ ഇവിടെ നമ്മൾ ഡിഗ്രി സെൽഷ്യസ് എടുക്കരുത്. കാരണം എന്താ? നമ്മുടെ SI യൂണിറ്റിൽ ടെമ്പറേച്ചർ എപ്പോഴും നമ്മൾ കെൽവിൻ തന്നെ എടുക്കണം. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇവിടെ ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കെൽവിൻ എടുത്താലും പ്രശ്നമല്ല, ഡിഗ്രി സെൽഷ്യസിൽ എടുത്താലും പ്രശ്നമല്ല. കെൽവിൻ എടുത്തു കഴിഞ്ഞാൽ, കെൽവിനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ, അപ്പോൾ ഇതിനെ നിങ്ങൾ കെൽവിൻ ആക്കിയിട്ട് ആദ്യം മാറ്റണം, എന്നിട്ട് ടെമ്പറേച്ചർ കാണണം. ഓക്കെ, അതായത് 273 ഡിഫറൻസ് അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് T1 ടെമ്പറേച്ചർ, ഇനീഷ്യൽ ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. T1 എന്ന് പറഞ്ഞത് തൊട്ട് മുമ്പത്തെ ടെമ്പറേച്ചർ T1 എന്ന് നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നത് ഹിയർ ഇറ്റ് വാസ് 43 ഡിഗ്രി സെൽഷ്യസ്. പിന്നെ അതിൻ്റെ തൊട്ട് ശേഷം അതിൻ്റെ ഇൻ്റർമീഡിയറ്ററി ആയിട്ട് വേണമെങ്കിൽ T2 എന്ന് നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളത് 430 ഡിഗ്രി സെൽഷ്യസ്. ഇങ്ങനെയല്ലേ? അപ്പോൾ സോറി, ഈ T1 T2 നിങ്ങൾ റെഫർ ചെയ്യേണ്ട. ആദ്യത്തത് 43 ഡിഗ്രി സെൽഷ്യസ്. ടർബൈൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോഴേക്ക് അതിൻ്റെ മുമ്പ് എത്രയായി? 430 ഡിഗ്രി സെൽഷ്യസ് ആയി. അപ്പോൾ ഇവിടെ T1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഇനീഷ്യൽ ടെമ്പറേച്ചർ അല്ല, നമ്മുടെ ടർബൈൻ്റെ കേസിലുള്ള ചേഞ്ച് ആണ് ഈ വരുന്നത്. ടർബൈൻ്റെ മുമ്പും പിൻപും എന്ന അർത്ഥത്തിലാണ് വരുന്നത്. സോ ഇഫ് ഐ എം ടേക്കിംഗ് ഇൻ ദിസ് സിറ്റുവേഷൻ, എൻ്റെ 1 എന്ന് പറയുന്ന സിറ്റുവേഷൻ ഇവിടെയാണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ എക്സിറ്റിലേക്കാണ് 2. സോ ഈ കേസിൽ ഹീറ്റ് ചെയ്തത് ആദ്യം എത്രയായിരുന്നു? 43 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അത് വെച്ചിട്ട് എനിക്ക് മാസ് ഫ്ലോ റേറ്റ് കാണാൻ പറ്റി. എന്നിട്ട് ടർബൈനിലേക്ക് കൊടുക്കുമ്പോഴുള്ള ടെമ്പറേച്ചർ ഏതാ? ഈ 430 ആണ്. സോ ഇവിടെ T1 എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇൻലെറ്റ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, ദാറ്റ് ദേ ആർ മീനിങ് അവിടെ നമ്മൾ എടുക്കേണ്ടത് 430 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഇവിടെയാണ് പലർക്കും ചിലപ്പോൾ തെറ്റ്, അത് ശ്രദ്ധിക്കണം. ഇനി ഇത് 430 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് ആൻസർ കിട്ടുന്നത് എന്തായിരിക്കും? ഡിഗ്രി സെൽഷ്യസിൽ തന്നെയായിരിക്കും. അതല്ല, ഞാൻ ഈ 430 കെൽവിൻ ആക്കി 700 സംതിങ് ആക്കി കഴിഞ്ഞതിന് ശേഷം കെൽവിനിലാണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ആൻസർ കെൽവിനിലായിരിക്കും. എന്നിട്ട് വേണമെങ്കിൽ കെൽവിൻ തന്നെ ആൻസർ കാണിക്കാം, അല്ലെങ്കിൽ ഡിഗ്രി സെൽഷ്യസിൽ കാണിക്കാം. സോ കാരണം എന്താ? ഇവിടെ ഡിഫറൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. സോ ഇൻ ദിസ് പ്രോബ്ലം വാട്ട് ഐ എം ഗോയിങ് ടു ഡു ഈസ് ഐ എം ടേക്കിംഗ് 430 ഡിഗ്രി സെൽഷ്യസ് മൈനസ് 273.60 സെൽഷ്യസ്, ദാറ്റ് ഈസ് T2.
എന്തുകൊണ്ടാണ് 430 എടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ഇവിടുത്തെ ടെമ്പറേച്ചർ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തപ്പോൾ ഈ ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ വി ഹാവ് ഗോൺ ഫോർ ദി ടർബൈൻ അതിൻ്റെ ഇൻലെറ്റ് ഔട്ട്ലെറ്റ് അടുത്ത്. കാരണം എന്നാലും ഔട്ട്ലെറ്റിൽ ഈ ടെമ്പറേച്ചർ T2 നമുക്ക് കിട്ടും. ഇവിടെ ഇൻലെറ്റും ഇവിടെ ഔട്ട്ലെറ്റും എടുക്കാം. ഇവിടുത്തെ ഇൻലെറ്റ് ഒന്നും നമുക്ക് തന്നിട്ടില്ല, ഈ ഇൻലെറ്റാണ് തന്നത്. ഈ ഇൻലെറ്റും ഹീറ്റിംഗ് ചെയ്തതിന് ഔട്ട്ലെറ്റും കാണുകയാണെങ്കിൽ ഹീറ്റിംഗ് ചെയ്ത ഔട്ട്ലെറ്റ് 430°C അതിന് കാണാനില്ല. അപ്പോൾ ഇവിടുത്തെ ഇൻലെറ്റും ഇതാണ് ഔട്ട്ലെറ്റ്. അപ്പോൾ ഇവിടെ ഇൻലെറ്റിൽ ടെമ്പറേച്ചർ മാറിയിട്ടുണ്ട്, പക്ഷെ ഇവിടുത്തെ ടെമ്പറേച്ചർ 43 എന്നുള്ളത് 430 അപ്പോൾ ഈ ഡിഫറൻസ് നമുക്ക് തന്നെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫ്ലോ റേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, മാസ് ഫ്ലോ റേറ്റ് m കിട്ടാൻ വേണ്ടിയിട്ട് തന്ന സെറ്റപ്പാണ്. അപ്പോൾ ഡിഫറൻസ് ഓഫ് ടെമ്പറേച്ചേഴ്സ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആണ്. അപ്പോൾ അതിലെ ഒരു ടെമ്പറേച്ചറാണ് 430°C. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. സോ ഫൈനലി ഇഫ് യു ആർ യൂസിങ് കാൽക്കുലേറ്റർ 430 മൈനസ് 273.6 എടുത്തു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി ഇറ്റ് ഈസ് ഈക്വൽ ടു 156.36°C. This is the exhaust temperature that they have asked. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, നമുക്കിതിൻ്റെ മാസ് ഫ്ലോ റേറ്റ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആൻഡ് അതിനുശേഷം ബാക്കി എല്ലാ ടേംസും നമുക്ക് അറിയുന്നതാണ്, ക്യാൻസൽ ഔട്ട് ചെയ്യാനും ഈക്വേറ്റ് ചെയ്യാനും റീപ്ലേസ് ചെയ്തിട്ട് ഇടാനും ഒക്കെ അറിയാം. ദെൻ ദ തിങ് യു ഷുഡ് നോ ഇസ് എൻതാൽപ്പി ഈസ് ഈക്വൽ ടു CPT. അങ്ങനെ നിങ്ങൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് പിന്നെ ഫൈനലി ടെമ്പറേച്ചർ ഇവിടെ എടുക്കേണ്ടത് 430 ഈ ഒരു ചേഞ്ചും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആൻസർ കിട്ടൂ. സോ ദാറ്റ്സ് വൈ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള ക്വസ്റ്റ്യൻ ആണ് യൂണിവേഴ്സിറ്റി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം തന്നെ 2 പ്രാവശ്യം വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ വാല്യൂസ് ദേ ഹാവ് റിപ്പീറ്റഡ് ദ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദ ഫൈനൽ എക്സോസ്റ്റ് ടെമ്പറേച്ചർ ഈസ് 1. A pump steadily delivers water at a volumetric flow rate of 0.05 meter cube per second through a pipe of diameter 18 centimeters located 100 meters above the inlet pipe, which has a diameter of 15 centimeter. The pressure is nearly equal to 1 bar at both the inlet and the exit, and the temperature is nearly constant at 20°C throughout. Determine the power required by the pump. Take G is equal to 9.81 meter per second square. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അഗെയിൻ ഇറ്റ് വാസ് ദിസ് ഹോൾ ക്വസ്റ്റ്യൻ വാസ് ആസ്ക് ഫോർ 10 മാർക്സ്. അതിലെ 6 മാർക്കിനായിരുന്നു ഇപ്പോൾ നമ്മുടെ ഈ പ്രോബ്ലമാറ്റിക് സെക്ഷൻ. ദിസ് വാസ് ആസ്ക്ഡ് ഇൻ ജൂലൈ 2017 ക്വസ്റ്റ്യൻ പേപ്പർ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ബാക്കി 4 മാർക്ക് ചോദിച്ചിരുന്നത് സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷനും അതിൻ്റെ ഡെറിവേഷനുമാണ് 4 മാർക്കിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 6 മാർക്കിന് പ്രോബ്ലം ആയിരുന്നു. ഓക്കെ, സോ ഓൾറെഡി സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ്റെ ഡെറിവേഷൻ നമ്മൾ ഓൾറെഡി ഹാൻഡിൽ ചെയ്ത കാര്യമാണ്. സോ ഐ എം നോട്ട് അഗെയിൻ ഡിസ്കസിങ് ഇറ്റ് ഓവർ ഹിയർ. സോ നൗ വി വിൽ ഗോ ഓൺ ഹൗ വി ഹാവ് ആർ ഗോയിങ് ടു ഡു ദിസ് പ്രോബ്ലം. അപ്പോൾ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം, അതോടൊപ്പം ഞാൻ സൈഡിൽ തന്ന വാല്യൂസും എഴുതാം. So a pump steadily delivers water at a volumetric flow rate of 0.05 meter cube. അപ്പോൾ വോളിമെട്രിക് ഫ്ലോ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 0.05 meter cube per second. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ പൈപ്പ് ഓഫ് ഡയാമീറ്റർ, അതായത് ഇത് പോകുന്ന പൈപ്പിൻ്റെ ഡയാമീറ്റർ D1 ഡയമീറ്റർ 18 centimeter located 100 meters above the inlet pipe. ഓക്കെ, അപ്പോൾ ഇൻലെറ്റ് പൈപ്പിൻ്റെ മുകളിലുള്ള പൈപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിയുള്ളത് ഏതാ? ഔട്ട്ലെറ്റ് പൈപ്പേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് D2 ഗിവൺ. ഓക്കെ, അത് ശ്രദ്ധിക്കണം, സെൻറ്റൻസ് സ്ട്രക്ചർ നന്നായിട്ട് ശ്രദ്ധിക്കണം. സോ ഇറ്റ് ഈസ് ഗിവൺ 18 centimeter. ഔട്ട്ലെറ്റ് പൈപ്പ് അത് എത്രയാ? 100 meter മുകളിലാണ്, അതും കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. which has diameter and inlet pipe which has diameter that's also given. Okay, clearly തന്നിട്ടുണ്ട് ഇൻലെറ്റ് പൈപ്പ് 15 centimeter ആണ്. സോ അല്ലെങ്കിൽ മനസ്സിലാക്കി എടുക്കാനും എളുപ്പമാണ്. D2 ആണ് 18 centimeter തന്നിട്ടുള്ളത്. പിന്നെ അവർ പറഞ്ഞു തന്നത് എന്താ വെച്ചാൽ ഔട്ട്ലെറ്റിലുള്ള പൈപ്പ് ഇൻലെറ്റ് പൈപ്പിനെക്കാട്ടിലും 100 meter മുകളിലാണ്. സോ ഇറ്റ് മീൻസ് Z2 minus Z1 ഈസ് ഈക്വൽ ടു 100 meters.
Okay. The pressure is nearly equal to 1 bar at both the inlets. Okay. Pressure അപ്പോൾ ഇൻലെറ്റിലും ഔട്ട്ലെറ്റിലും around സെയിം ആണ്, 1 bar ആണെന്ന് പറഞ്ഞു. സോ ദാറ്റ് ഈസ് 1 × 10⁵ പാസ്കൽസ്. അങ്ങനെ നമുക്ക് എഴുതിയേക്കാം. ഓക്കെ, SI യൂണിറ്റ്സിൽ ആദ്യം എഴുതി വെച്ചാൽ പിന്നെ ഡൗട്ട്സ് ഉണ്ടാവില്ല. 1 bar at both and the temperature is nearly constant at 20 degree. അപ്പോൾ ടെമ്പറേച്ചറും T1 T2 that is 20 degrees Celsius plus 273 that is 293 Kelvin. ടെമ്പറേച്ചർ T1ഉം T2ഉം സെയിം ആണ്, പ്രഷർ P1ഉം P2ഉം സെയിം ആണ് എങ്കിൽ they are asking us to find the power required by the pump, അതായത് dW dot. ഇത് കാണാനാണ് നമ്മളോട് ചോദിച്ചത്. They have asked us to take the G value as 9.81 meter/second². ഓക്കെ, എല്ലാ ബേസിക് കാര്യങ്ങളും തന്നിട്ടുണ്ട്. പവർ ഔട്ട്പുട്ട് കാണാനാണ്. സോ ഇറ്റ്സ് എ ഡയറക്റ്റ് ഇക്വേഷൻ ഇൻ അവർ സ്റ്റഡി ഫ്ലോ പ്രോസസ്. വേറെ കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ല. സോ ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടില്ല. എല്ലാം പവർ കാണാനാവുമ്പോൾ റേറ്റാണ് ചോദിച്ചിട്ടുള്ളത്. സോ റേറ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മാസ് ഫ്ലോ റേറ്റ് അറിയണം. മാസ് ഫ്ലോ റേറ്റ് തന്നിട്ടില്ല. വോളിയം ഫ്ലോ റേറ്റ് പക്ഷെ തന്നിട്ടുണ്ട്. പിന്നെ തന്നത് ഡെലിവേഴ്സ് വാട്ടർ ആണ്. ഓക്കെ, ദ മീഡിയം ഈസ് വാട്ടർ. ഓക്കെ, വാട്ടർ ആകുമ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? ഡെൻസിറ്റി ഓഫ് വാട്ടർ ഈസ് 1000. ദീസ് തിങ്സ് യു നോ, 1000 kg/m³. കാരണം നമുക്കിത് വേണ്ടി വരും മാസ് ഫ്ലോ റേറ്റ് കിട്ടാൻ. വിൽ സി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ തന്നു. എനിക്ക് വർക്ക് പവർ റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് പവറാണ് എനിക്ക് കാണേണ്ടത്. സോ ഞാൻ സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എനിക്ക് ഉപയോഗിക്കാം. സ്റ്റഡി ഫ്ലോ എനർജി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് m ഡോട്ട് ഇൻറ്റു H1 പ്ലസ് V1² / 2 പ്ലസ് GZ1 പ്ലസ് Q ഡോട്ട്, that is equal to m dot into H2 plus V2² / 2 plus GZ2 പ്ലസ് വർക്കിൻ്റെ ട്രാൻസ്ഫർ. അപ്പോൾ ഈ വർക്കാണ് എനിക്ക് കാണേണ്ടത്. സോ അതിന് മുമ്പ് ശ്രദ്ധിക്കാനുള്ളത്, രണ്ടിൻ്റെയും പ്രഷർ സെയിം ആണ്, അതേസമയം ടെമ്പറേച്ചറും സെയിം ആണ്. സോ നമുക്കറിയാം എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ H is equal to U plus PV. H is equal to U plus PV ആണ്. പ്രഷറും സെയിം ആണ്. ഈ ഇൻറ്റേർണൽ എനർജി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചറിലും ചേഞ്ച് ഇല്ല. അപ്പോൾ ഇൻറ്റേർണൽ എനർജിയും ഡിഫറൻസ് H1 ആൻഡ് H2ൻ്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്താവും? അത് 0 ആവും. അല്ലെങ്കിൽ H1ഉം H2ഉം എന്താണ്? സെയിം ആണ് എന്നത് ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഐ ക്യാൻ ക്യാൻസൽ ഔട്ട് H1 ആൻഡ് H2 ഓവർ ഹിയർ. ഓക്കെ, ആൻഡ് വാട്ട് അബൌട്ട് ദ ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ്? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ ചോദ്യത്തിൽ? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റിനെ കുറിച്ചിട്ട് യാതൊരുവിധ കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തുണ്ട്? ടെമ്പറേച്ചർ ഇനീഷ്യലും ടെമ്പറേച്ചർ ഫൈനലും എന്താണ്? യാതൊരു മാറ്റവും. അപ്പോൾ ഹീറ്റ് സപ്ലൈ ചെയ്യുകയാണെങ്കിലോ ഹീറ്റ് റിജക്റ്റ് ചെയ്യുകയാണെങ്കിലോ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചറിന് ചേഞ്ച് വരും. പക്ഷെ ഇവിടെ ടെമ്പറേച്ചറിന് ചേഞ്ച് വന്നിട്ടുണ്ടോ? ഇല്ല. So from these two conditions we got that H1 is equal to H2 and Qന്റെ ട്രാൻസ്ഫർ റേറ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, സോ ഐ ക്യാൻ റീറൈറ്റ് ദിസ് ഇക്വേഷൻ ലൈക്ക് m ഡോട്ട് ഇൻറ്റു V1² / 2. ഈ V1 എന്ന് പറഞ്ഞാൽ അത് വെലോസിറ്റി ആട്ടോ. ഓക്കെ, നൗ ഐ വിൽ റൈറ്റ് ഡൗൺ ആസ് C1. I have been using it as always V. സോ അത് മാറിപ്പോരുത്. ദിസ് ഇസ് എ വെലോസിറ്റി. ഓക്കെ, GZ1. നേരത്തെ ഞാൻ ചെയ്ത പ്രോബ്ലത്തിലും V ആണ് എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അക്കോർഡിംഗ്ലി ജസ്റ്റ് ചേഞ്ച് ഇറ്റ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് C2² / 2 പ്ലസ് GZ2 പ്ലസ് W. അപ്പോൾ എനിക്ക് W കാണാൻ എന്ത് ചെയ്യണം? W ഇവിടെ തന്നെ കീപ്പ് ചെയ്തിട്ട് ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? therefore വർക്ക് ട്രാൻസ്ഫർ റേറ്റ് ഇസ് ഈക്വൽ ടു m ഡോട്ട് ഇൻറ്റു C1² minus C2² / 2 plus G into Z1 minus Z2. ഇങ്ങനെ എഴുതിക്കൂടെ? ഇങ്ങനെ എഴുതാം. ഇനി ഇതിലാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും. ജിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്, ഇറ്റ് ഈസ് 9.8. Z1 മൈനസ് Z2 എന്താ തന്നിട്ടുള്ളത്? നമുക്ക് തന്നിട്ടുണ്ട് Z2 മൈനസ് മുകളിലുള്ള ഔട്ട്ലെറ്റ് മൈനസ് ഇൻലെറ്റ് ഈസ് 100 meters. അപ്പോൾ ഇവിടെ Z1 മൈനസ് Z2 ആയതുകൊണ്ട് ദാറ്റ് വാല്യൂ വിൽ ബി -100. ഓക്കെ,
C1 വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് അറിയോ? ഇല്ല. വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് അറിയോ? ഇല്ല. അത് രണ്ട് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റില്ല. കാരണം പൈപ്പിൻ്റെ ഡയമീറ്റർ സൈസ് മാറ്റുന്നുണ്ട്. അപ്പോൾ വെലോസിറ്റി മാറിയേക്കാം. ഈ പൈപ്പിൻ്റെ ഡയമീറ്റർ തന്നുകൊണ്ട് തന്നെ നമുക്ക് ഏരിയ, വെലോസിറ്റി എന്നീ കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ ഈ C1 C2 ഞാൻ കണ്ടുപിടിക്കണം. അതോടൊപ്പം മാസ് ഫ്ലോ റേറ്റ് ആയ M എനിക്കറിയില്ല. സോ എൻ്റെ ഇക്വേഷൻ ഞാൻ ഇതുവരെ എത്തിയിട്ട് നിർത്തി. ഓക്കെ, ഇനി എനിക്ക് ബാക്കി കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ട് വേണം ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ ഫസ്റ്റ് ഐ വിൽ ഗോ ഓൺ ഫൈൻഡിങ് സേ മാസ് ഫ്ലോ റേറ്റോ അല്ലെങ്കിൽ വെലോസിറ്റി കാണാം. നമുക്കറിയാം വോളിയം ഫ്ലോ റേറ്റ് ഈസ് ഗിവൺ as 0.05 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഈ വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഏരിയ ഇൻറ്റു വെലോസിറ്റി വിൽ ഗിവ് യു വോളിയം ഫ്ലോ റേറ്റ്. അതെങ്ങനെ നോക്കിയാൽ മതി. ഏരിയ എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയർ ആണ്, വെലോസിറ്റി മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ഇഫ് യു ആർ മൾട്ടിപ്ലൈങ് യു വിൽ ഗെറ്റ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. നിങ്ങൾക്ക് യൂണിറ്റ് നോക്കിയാൽ മതി, 0.05 മീറ്റർ ക്യൂബ്സ് പെർ സെക്കൻഡ് ആണ് അല്ലേ. അപ്പോൾ ഏരിയ ഇൻറ്റു വെലോസിറ്റി, അതായത് ഇപ്പോൾ ഞാനൊരു ക്രോസ് സെക്ഷണൽ പൈപ്പ്, ഇങ്ങനെ പൈപ്പിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്താൽ ഇതിൻ്റെ ഏരിയ ഓക്കെ ഇൻറ്റു ഇതിലൂടെ പുറത്തു വരുന്ന വെലോസിറ്റി, അതാണ് അതിൻ്റെ ഫ്ലോ റേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഫ്ലോ റേറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് C1 കാണാം. 0.05 ഡിവൈഡഡ് ബൈ ഏരിയ. C1 എന്ന് പറഞ്ഞാൽ സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് അല്ലേ. 0.05 ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? സർക്കുലാർ സെക്ഷനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് A1 അല്ലേ. സോ π/4 D1 സ്ക്വയർ. D1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 15 സെൻറ്റിമീറ്റർ. സോ നമ്മളത് മറ്റേ സ്റ്റാൻഡേർഡ് യൂണിറ്റിലേക്ക് ആക്കണം. അതായത് മീറ്റർ ആണ് SI യൂണിറ്റ്. സോ ഇറ്റ് വിൽ ബിക്കം 0.15 മീറ്റർ. അപ്പോൾ that will become 0.05 divided by π/4 into 0.15 square. Okay, 0.15 square. So if you are doing this, ഇങ്ങനെ നിങ്ങൾ കാൽക്കുലേറ്റർ ചെയ്ത് കഴിഞ്ഞാൽ you can see the velocity that you will get is 2.83 meter per second. ഇതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പോൾ C1 എനിക്ക് കിട്ടി. ഇതേ മെത്തഡോളജി എനിക്ക് C2ലും ചെയ്തുകൂടെ? എനിക്ക് ഇതേ മെത്തഡോളജി C2ലും ചെയ്യാം. ഐ ക്യാൻ ഫൈൻഡ് ദാറ്റ് C2 ഈസ് ഈക്വൽ ടു 0.05 ഡിവൈഡഡ് ബൈ π/4 D2 സ്ക്വയർ. വേറെ D2 എന്ന് പറഞ്ഞാൽ 0.05 ഡിവൈഡഡ് ബൈ π/4 ഇൻറ്റു D2 എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. സോ 0.18 മീറ്റർ അതിൻ്റെ സ്ക്വയർ. And if you are doing it in calculator, the value you get is 1.965 meter per second. അപ്പോൾ എനിക്ക് C1 കിട്ടി, C2 കിട്ടി. ഈ ടേം ഓൾറെഡി കിട്ടിയതാണ്. C1 കിട്ടി, C2 കിട്ടി. ഇനി എനിക്ക് എന്ത് കിട്ടണം? മാസ് ഫ്ലോ റേറ്റും കൂടെ കിട്ടണം. സോ മാസ് ഫ്ലോ റേറ്റ് കിട്ടാനുള്ള മെത്തേഡ് എന്താണ്? സോ മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു വോളിയം ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏരിയ ഇൻറ്റു വെലോസിറ്റി അല്ലേ. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് വോളിയം ഫ്ലോ റേറ്റ്. അതിനെ ഡെൻസിറ്റി റോ AC എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. മാസ് ഫ്ലോ റേറ്റിന് നമുക്ക് റോ AC എന്ന് എഴുതാം. മാത്രമല്ല നമ്മൾ മാസ് ബാലൻസ് ചെയ്തപ്പോൾ M1 is equal to M2 എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ എഴുതിയിരുന്നത് ρ1 A1 C1 is equal to ρ2 A2 C2 എന്നായിരുന്നു. ഓർ എൽസ് ഇറ്റ് വാസ് റിട്ടൺ as A1 C1 by V1 is equal to A2 C2 by V2. നമ്മൾ മാസ് ബാലൻസ് ചെയ്തപ്പോൾ നമ്മൾ എങ്ങനെ പഠിച്ചത്? ദിസ് വാസ് യുവർ സ്പെസിഫിക് വോളിയം അല്ലേ. അല്ലെങ്കിൽ ഇതെടുക്കാം, ഡെൻസിറ്റി എടുക്കാം. ഡെൻസിറ്റി 1/density സ്പെസിഫിക് വോളിയം. ഓക്കെ, നൗ ഹിയർ നിങ്ങൾക്ക് ഏത് ഇക്വേഷൻ എടുക്കാം. ഇപ്പോൾ ഡെൻസിറ്റി ആണ് എടുക്കുന്നതെങ്കിൽ ഡെൻസിറ്റി ഓഫ് വാട്ടർ, ഇത് ഫ്ലൂയിഡ് ഏതാ, സിസ്റ്റം ഏതാ? വാട്ടറാണ്. വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. അത് നിങ്ങൾ സ്പെസിഫിക് വോളിയം ആണ് എടുക്കുന്നതെങ്കിൽ 1 ആണെങ്കിൽ, സ്പെസിഫിക് വോളിയം ആണെങ്കിൽ 1/1000, അതായത് 1 ഡിവൈഡഡ് ബൈ 1000 ആണ് വരിക. സോ ഇറ്റ് വിൽ ബിക്കം 0.001 ദിസ് മച്ച് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ എനിക്ക് മാസ് ഫ്ലോ റേറ്റ് കിട്ടണം. സോ ഐ നീഡ് ടു ഫൈൻഡ് മാസ് ഫ്ലോ റേറ്റ് M ഡോട്ട്.
ഒന്നെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം A1 C1 ബൈ ന്യൂ ഇടാം, അല്ലെങ്കിൽ റോ ഇൻറ്റു എ സി എന്ന് ഇടാം, ഏതെടുത്താലും. സോ ലെറ്റ് മീ സേ ഐ എം ടേക്കിംഗ് റോ എ സി. ഇപ്പോൾ എ സി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമുക്കറിയാം ഇറ്റ് ഈസ് ഗിവൺ ആസ് 0.05 ഇൻറ്റു റോയുടെ വാല്യൂ ഡെൻസിറ്റി 1000 ആണ്. സോ 1000 ഇൻറ്റു 0.05 യു വിൽ ഗെറ്റ് മാസ് ഫ്ലോ റേറ്റ് ആസ് 50 kg/s. So it means finally I have got mass flow rate. Now ഈ പറയുന്ന വാല്യൂസ് എല്ലാം ഞാൻ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. So if I am substituting, I will get work power rate of doing work dW by dt ആണ് ഞാൻ ഡോട്ട് കൊണ്ട് ഇട്ടിട്ടുള്ളത്. ദാറ്റ് ഇസ് ഇക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ 50 ആണ് ഇൻറ്റു C1 square minus C2 square. We know C1 is 2.83 square minus C2 square, that is 1.965 square divided by 2. Okay, plus G into 9.81. ഇത് 10 എടുക്കരുത്, കാരണം ക്വസ്റ്റ്യനിൽ കറക്റ്റ് 9.81 തന്നെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ തന്നെ എടുക്കുക. Z1 minus Z2 ആണ്. സോ ദാറ്റ് വിൽ ബി -100. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ സി ദ പവർ വാല്യൂ ദാറ്റ് യു വിൽ ഗെറ്റ് ഈസ് -48,946 വാട്ട്. ഇത്രയും വാട്ട്സ് ആയിട്ട് കിട്ടും. അതല്ല ഇതിനെ നമ്മൾ കിലോ വാട്ടാക്കി എടുത്താൽ -48.946 കിലോ വാട്ട്. ഓക്കെ, ദിസ് ഈസ് ദി പവർ ട്രാൻസ്ഫർ. അപ്പോൾ ഇത് മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, ഈ മൈനസ് സൈൻ എന്താ, ഇത്രയും പവർ നമ്മൾ ആ സിസ്റ്റത്തിലേക്ക് കൊടുക്കണം, എന്നാലേ ആ ഫ്ലോവും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ എന്നതാണ് അതിൻ്റെ മീനിങ്. ദിസ് ഈസ് ദ പവർ വിച്ച് ഈസ് ബീങ് സപ്ലൈഡ് ടു ദാറ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് മൈനസ് സൈൻ. So this is the second question which was asked in 2017 as an രണ്ട് പാർട്ട് ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടായിട്ട് ചോദിച്ചത് ഈ പ്രോബ്ലം. സോ ഇറ്റ്സ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു ബേസിക് വാല്യൂ എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. ഡെൻസിറ്റി വാട്ടർ വി ഷുഡ് നോ, ആസ് എഞ്ചിനീയേഴ്സ് വി ഷുഡ് നോ ദ ബേസിക് ഫീച്ചേഴ്സ് അല്ലേ. ഇപ്പോൾ വാട്ടറിൻ്റെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ 1000 kg/m³ ആണ്. അക്കോർഡിംഗ്ലി യു വിൽ ഗെറ്റ് ദി മാസ് ഫ്ലോ റേറ്റ്. എന്നിട്ട് നമ്മൾ ഈ പ്രോബ്ലം ചെയ്താൽ ഇറ്റ്സ് എ ഡയറക്റ്റ് പ്രോബ്ലം, ഇറ്റ്സ് എ pretty easier problem, nothing to get confused, but still you have to be cautious.